ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണണം. ആരും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം എല്ലാവരും ഇന്ന് ഈ വീഡിയോ സ്റ്റോറി ഇടണം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ട്. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാള എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തു. ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനും. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ അടിച്ച് ഈ താഴെ കാണുന്ന വീഡിയോയില് ഈ തന്തയ്ക്ക് പറക്കാത്തവളുണ്ടല്ലോ, തന്തയ്ക്ക് പറക്കാതെ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് തന്തയില്ലായ്മ കാണിച്ച ഈ പരനാറിയുടെ മോള് അവൾ വീഡിയോ എടുത്ത് ആ പാവം പിടിച്ച മനുഷ്യൻ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇന്ന് അദ്ദേഹം ജീവനോടെ ഈ ലോകത്തില്ല. റീച്ചിന് വേണ്ടിയിട്ട് ആണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഇവളെ പോലെയുള്ള തന്തയ്ക്ക് പറക്കാത്തവളുമാരോട് ഒരാളുടെ ജീവനാണ് നീയൊക്കെ ഇല്ലാണ്ടാക്കുക. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. നമ്മളുടെ നാട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ 2 കൈ കൊണ്ട് പിടിച്ചാൽ പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഓരോ ആളുകളും യാത്ര ചെയ്യുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ദേഹത്തൊന്ന് തട്ടിയെന്നോ മുട്ടിയെന്നോ അത് നിനക്ക് പോലുമല്ല, നിന്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു വീഡിയോ എടുത്ത് ചെകുത്താൻ പെൺവേഷം കെട്ടി വന്നിരിക്കുക. എന്നിട്ട് സത്യം ധർമ്മം പ്രസംഗിക്കുന്നത് കള്ളി. നീ ഈ പറയുന്ന പെൺകുട്ടിയെ കാണിക്കാതെ നിന്റെ മോന്ത മാത്രം കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി വീഡിയോ എടുത്ത് ഉണ്ടാക്കിയതിന്റെ പേരിൽ മാനസിക സംഘർഷം കൊണ്ട് ഒരു പാവം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. നിനക്കിട്ടുള്ള പണി നിയമപരമായിട്ട് തന്നെ കിട്ടിയിരിക്കും. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ഈ ബസ്സിൽ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ അവർ റിമൂവ് ചെയ്ത് എന്നിട്ട് അവരുടെ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ട് അയാളെ വീണ്ടും മോശക്കാരനാക്കി കാണിച്ചു. അയാൾക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് ഉൾപ്പെടെ. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഒരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയർ ആണ്. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇവിടെ താനൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാണ്. കാരണം ഇനി നിങ്ങൾ ഇതിനെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് അനുഭവം ഉണ്ടായെങ്കിൽ പോലും നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇനി അയാളുടെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? ആ കുട്ടിയുടെ അച്ഛൻ അത് നിങ്ങൾക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും.